ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങളിന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിലാണ്. ഈ പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെ വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, നല്ല വീതി കൂടിയ ടാർ റോഡ് ഫ്രണ്ടേജായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം വില്ലകളോട് കൂടിയ വില്ല പ്രൊജക്റ്റാണിത്. അതിൽ മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഭംഗിയിലുള്ള ഒരു ഫ്രണ്ട് മതിലാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സ്ലൈഡിങ് ഫോൾഡിങ് ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 4 സെൻറ്റ് അടുത്ത് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് വരുന്നത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിന് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്ത് കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായും ഒരു ഹോം തിയേറ്റർ റൂമായും ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2 ഇന്നോവ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല മനോഹരമായ രീതിയിലാണ് ഗാർഡനുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിന് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ഒരു ഭാഗം കിച്ചൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത്. ഇവിടെ ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെയെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള പുക്കാട്ടുപടിക്ക് സമീപത്തും, മാത്രമല്ല ആലുവ രാജഗിരി ഹോസ്പിറ്റലിനും മധ്യത്തിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ വീടുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റും മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്നത് കിണർ വെള്ളമാണ്. കിണർ വെള്ളം KWA കണക്ഷനുമാണ് വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ദൂരവും ആലുവയിലേക്ക് 7 കിലോമീറ്ററോളം ദൂരവും തൊട്ടടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററോളം ദൂരവുമാണ് വരുന്നത്. മാത്രമല്ല കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 12ഓളം കിലോമീറ്റർ ദൂരവും ഇടപ്പള്ളിയിലേക്ക് 12ഓളം കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ധാരാളം വിൻഡോകൾ നൽകി വളരെ ഭംഗിയിലാണ് ഈ ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു 3 ലക്ഷം രൂപ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റായി ഇടാനുണ്ടെങ്കിൽ ബാക്കി തുക നിങ്ങളുടെ സാലറി സ്ലിപ്പ് വെച്ച് നമുക്ക് ലോണും ആക്കി നൽകാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ മന്ത്ലി ഒരു 35,000 to 40,000 EMI ആയിട്ട് നമുക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഏതാണ്ട് ഒരു 15-18 പേർ കപ്പാസിറ്റിയുടെ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള അത്രയും വലിയ നല്ലൊരു സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ വാളുകൾ പർഗോളകൾ നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഇവിടെയും സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഒതുങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിങ്സുകൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയാണ്. മാത്രമല്ല ഇവിടെ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം ഷെൽഫുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ധാരാളം ഷെൽഫുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെയെല്ലാം ധാരാളം സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഈ ഒരു സൈഡിലാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. നല്ലൊരു മനോഹരമായൊരു കിച്ചണാണ്. നല്ല സ്പേഷ്യസ് ആയി ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഫാൻ ഇവിടെയും നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമാണ് കിച്ചൺ വരുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഇവിടെയെല്ലാം ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. മാത്രമല്ല സെറയുടെ ഫിറ്റിങ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേസിലായി നമുക്ക് വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള പ്രൊവിഷനും ലഭിക്കുന്നുണ്ട്. കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ്. നേരെ നമുക്കിനി ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം.
ഈ വീടിന് ടോട്ടലായി വരുന്നത് 3 ബെഡ്റൂമുകളാണ്. അത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ധാരാളം വിൻഡോകൾ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു നീളത്തിലുള്ള ബാത്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഏതാണ്ട് 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല ഭംഗിയിലാണ് ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ് ഏരിയയിലെ ഒരു ഹോം തിയേറ്റർ സ്പേസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു സ്പേഷ്യസ് ആയ ഹോം തിയേറ്റർ സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. സീലിംഗ് ഫാനുകൾ നൽകിയിട്ടുണ്ട്. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുള്ളത്. ഇവിടെ നിന്നും നമുക്ക് ബാൽക്കണിയിലേക്കൊരു എക്സിറ്റും നൽകിയിട്ടുണ്ട്. നല്ലൊരു നീളത്തിലുള്ള ബാൽക്കണിയാണ് മെയിൻ റോഡ് ഫേസ് ചെയ്ത് തന്നെ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. നല്ലൊരു സ്പേഷ്യസ് ആയ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട അതേ ഒരു സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു നീളത്തിലുള്ള ബാത്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെയും ഏതാണ്ട് 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെയും ലഭിക്കുന്നത്. ഏതാണ്ട് 1700ഓളം സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം നല്ല ഒരു സ്പേഷ്യസ് ആയ ബെഡ്റൂംസും ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും കിച്ചണുമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നീളത്തിലുള്ള നല്ല മനോഹരമായ വാൾ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്ത ഒരു ബാത്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും നൽകി തന്നെ എല്ലാ ബെഡ്റൂമുകളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഒരു യൂട്ടിലിറ്റി റൂം അതല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമായി യൂസ് ചെയ്യാൻ വിധത്തിലുള്ള ഒരു സ്പേസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റിയിൽ നിർമ്മിച്ചൊരു വീടാണിത്. ഈ വീടിൻ്റെ വുഡൻ വർക്കുകളെല്ലാം ആഞ്ഞിലിയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഗ്യാരണ്ടിയോട് കൂടിയ ലെഗ്രാൻഡ് സ്വിച്ചസാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കൂടാതെ വീഗാൻഡ് വയറിങ്ങും യൂസ് ചെയ്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇട്ടാൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. ഈ ഒരു ഓഫർ നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഈ വീടിന് ചോദിക്കുന്ന വില 63 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. മനോഹരമായ ഈ വീട് വിസിറ്റ് ചെയ്യാനോ ഓണറുമായി ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കുവാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയാണ്. മാത്രമല്ല പൊല്യൂഷൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.